രണ്ടാം സലാം വീട്ടിക്കഴിഞ്ഞാലിന്ന് പതിവുള്ളതായെന്തോ ചിലർ മണ്ടുന്ന്. ചോദിക്കുവാൻ അവർക്കില്ല റബ്ബോടൊന്നും എന്നുള്ള മട്ടാപ്പോക്കു കണ്ടാലെന്നും. നിസ്കാരശേഷം വേണ്ടതാ ദുആയെന്ന് വീണ്ടും എടുത്ത് മുജാഹിദും പറയുന്നു. അതുമാത്രമല്ല, ഒഴിച്ചിരുന്നാലോ അത് ദുർലക്ഷണം എന്നാണെടോ പറയുന്നത്. സുജൂദിൽ ചോദിക്കലേറ്റം നല്ലതാ എന്ന് ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നതാ. ആദാബിതിൽ മൂന്നാമതായി വേണ്ടുന്നതാ ഖിബലക്ക് നേരെ ഇരിക്കണം എന്നുള്ളതാ. ഒറ്റക്കിരുന്ന് ദുആയിരന്നാലാണിത് ഇമാം വലഭാഗം തിരിഞ്ഞാ വേണ്ടത്. ഇതുപോലെ തന്നെ നബിയുന ചെയ്യുന്നതായി ജാബിർ റിവായത്തുണ്ടടോ താൻ കണ്ടതായി. ഇമാമിനുള്ള ദുആ ചുരുക്കൽ നന്ന തശഹുദിൽ കവിയാതിരിക്കാൻ സുന്ന. അൽബറക്കത്ത് എന്നറ നോക്ക് നീ 362 നിന്നെടുത്തിത് തൂറ്റി. പ്രാർത്ഥിക്കുവാൻ ഇരു കയ്യുയർത്തത് സുന്ന. തെളിവും സുയൂത്തി തൻ തരുന്നത് തന്ന. ഒരു 40 പുറമെ ഹദീസ് അതിനുണ്ട് എന്നും സുയൂത്തി റിസാലയാൽ അറിവുണ്ട്. അതുമാത്രമല്ല, സ്വഹാബികൾ പലരുണ്ട്, എണ്ണുന്ന പക്ഷം 20 പരമുണ്ട്. അനസ് ഇബ്നു മാലിക് താനതിൽ ഒന്നാമന. ഉസാമത്തും അതുപോലെ അബൂദർദാഉന. ചുമലിൻ്റെ നേരെ ഉയർത്തണേ, താഴ്ത്തല്ലേ. മുതനജ്ജിസാക്കരമെങ്കിലോ ഉയർത്തല്ലേ. മുഖത്തോടടുത്തിരു കൈകളും നീട്ടേണ്ടതാ. പിരിക്കാതെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കേണ്ടതാ. ഇതുപോലെ തിരുനബി ചെയ്യലും പതിവുള്ളതാ എന്ന് ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നതാ. ഇതുപോലെ തന്നെ ഇഹ്യാ 1 വന്നതാ. 235 അതിൽ വിവരിച്ചതാ. അബൂ സുലൈമാൻ എന്നവർ മിഹ്റാബിലായി ശൈത്യം കടുത്തൊരു രാത്രിയിൽ പ്രാർത്ഥിക്കലായി. ഒരു കൈ ജഡത്തിലമർത്തി മറുകൈ നീട്ടലായി. പ്രാർത്ഥന തുടർന്നിടയിൽ തനിക്കു മയക്കമായി. അബൂ സുലൈമാൻ എന്ന വിളിയും കേൾക്കലായി. കാണിച്ച കയ്യിൽ തന്ന് എന്നുണർത്തുന്നതായി. മറുകൈ കൊണ്ടും നീ സുആൽ ചെയ്തെങ്കിലും നിറക്കുന്നതാണ് ഉടൻ തന്നെ ഞാനാ കയ്യിലും. ഉടൻ തന്നെ താനൊരു ശപഥവും ചെയ്തന്ന് ഇരുകൈ നീട്ടാതില്ല ദുആ എനിക്കെന്ന്. ഇത് അൽബിദായത്തു വന്നിഹായ 9 കാണുന്നതാണ് 256. അതുപോലെ തന്നെ ദുആ കഴിഞ്ഞാൽ 2 കൈകൊണ്ട് മുഖവും തടവണം എന്നുണ്ട്. തടവാതെ കൈ ചിലർ മുത്തരാ പതിവെന്ന് അസിലിൽ അതിൻ്റെ ബുജൈരിമി പറയുന്നു. കൈ 2 കൊണ്ടും നബി മുഖം തടവുന്നതായി ഉമർ ഇബ്നു ഖത്താബ് എന്നവർ പറയുന്നതായി.